സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണല്ലോ വന്നു നിൽക്കുന്നത്. കേരളത്തിൽ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് ഈ ബിജെപി ഉയർത്തിയ മുദ്രാവാക്യം അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. എത്ര ശിഥിലമായ മുദ്രാവാക്യമാണ്. നാടിനെ തകർക്കുന്ന, തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു. എന്തോ ആളാക്കിയതാണല്ലേ. അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ഓർമ്മയില്ലേ ഗുജറാത്ത്? എവിടെയാണ് നിങ്ങൾ കൊണ്ടത് കളിക്കാൻ പോകുന്നത്? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇത് കേരളമാണ്, മറന്നു പോകരുത് സന്ദീപ് വാര്യർ. ബിജെപിക്കാർ എന്താ കരുതുന്നത്? ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ഏതായാലും ആ വിഷയത്തിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ കേസ് കൊടുത്തു. അപ്പൊ ഇതാണ് RSSന്റെ ഉള്ളിലിരിപ്പാണിത്. നിങ്ങൾ എന്തിനാണ് പിന്നെ സമ്പർക്കത്തിന് ഇറങ്ങി നടക്കുന്നത്? ഒരു വശത്തുകൂടി സമ്പർക്കം, ഞങ്ങൾ ഇതാ പറയുന്നു, ജനങ്ങളോട് പറയുന്നു, ഇതൊക്കെ പറയുന്നു. മറുവശത്ത് തെരുവിലിറങ്ങി ഓർമ്മയില്ലേ ഗുജറാത്ത്, നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം ഇതാണ്. ഈ സന്ദീപ് വാര്യരുടെ ഉള്ളിലിരിപ്പ് ഇതാണ്. ഞാൻ തുറന്നു പറയുന്നു, ഒരു RSS BJP എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൊള്ളാമെന്നുള്ള, കാണാൻ കൊള്ളാം, ചന്തത്തിൽ സംസാരിക്കും എന്നൊന്നുമില്ല. ഉള്ളിലിരിപ്പ് തനി വർഗീയത. എരിവും പുളിയും കൂടുതലാ, ചമ്മന്തി പരുവത്തിലാക്കണം. റഹീം, എനിക്ക് പറയാലോ, റഹീം നേരത്തെ പറഞ്ഞു ഞങ്ങൾ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയെന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ല എന്ന് ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ റഹീം പറയുന്നു ആ ഭൂരിപക്ഷം ഞങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണ്, ഭീഷണി കൊണ്ടുണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റഹീം പ്ലീസ് ഉറച്ചു നിൽക്കും. ഞങ്ങൾക്ക് അങ്ങ് വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ ഖണ്ഡിച്ചു. അപ്പൊ അത് അംഗീകരിക്കാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. വൃത്തികെട്ട ഏർപ്പാട്. ഇവിടെ റഹീം എനിക്കെതിരെ കുറെ വ്യക്തിപരമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേക്ക് വരാം. ഇവിടെ മുദ്രാവാക്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. മുദ്രാവാക്യം നോക്കൂ, രാജ്യത്ത് മതവിഘടനം ഉണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അത്തരം മുദ്രാവാക്യങ്ങളെ എതിർക്കുന്നു. ബോധ്യമായ രണ്ടുപേർക്കും. പക്ഷേ റഹീം ഇവിടെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. റഹീമെ അതേ ആവേശത്തോടുകൂടി 21-ൽ ഊരിയവാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച് നടത്തിയിട്ടുള്ള, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ റഹീമിന്റെ ഡിവൈഎഫ്ഐക്ക് നട്ടലുണ്ടോ? കഴിയോ നിങ്ങൾക്ക്? റീഇൻവെന്റിംഗ് 1921 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രകടനങ്ങൾ അന്നത്തെ കലാപം, വള്ളുവനാട്ടിലെയും മേർനാട്ടിലെയും ഹിന്ദു വിരുദ്ധ കലാപം, അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ വീണ്ടും അന്നത്തെ വാളും കത്തിയും എടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആർക്കെതിരെ എടുക്കാൻ പോകുന്നത് വാളും കത്തിയും ഒക്കെ? അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന, അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവർക്ക് നിങ്ങൾ പരാതി കൊടുക്കുക. അപ്പൊ നിങ്ങളെ ഏകപക്ഷീയമാണ് റഹീമെ. റഹീമിനൊക്കെ വ്യക്തിപരമായ അജണ്ടയുണ്ട്. അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയുന്നത്. റഹീം പുറമേക്ക് മതേതരത്വം പറയും, വളരെ സോഫ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയും, പക്ഷേ റഹീം സുന്ദരമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ റഹീമിന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കൃത്യമായ മതവർഗീയതയാണ്, സ്വജന പക്ഷപാതമാണ്. എനിക്ക് എളുപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. ഒരു വിഭാഗത്തിനെ മാത്രമായുള്ള പ്രീണനമാണ്. സന്ദീപ് വാര്യരുടെ ഉള്ളിലല്ല വർഗീയതയുള്ളത്, റഹീമിന്റെ ഉള്ളിലാണുള്ളത്. പറയുന്ന കേൾക്കണം. ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇവരാണ് വർഗീയവാദികൾ. 21-ൽ ഊരിയവാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ അത് ആർക്കെതിരെയാണെന്ന് മനസ്സിലാക്കാൻ ചോറുന്ന ബുദ്ധിമതി റഹീമെ. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? റഹീം ആരെയാണ് പിന്തുണയ്ക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമതി. നിങ്ങൾ അങ്ങനെ വിളിക്കുന്നു വേണ്ട. കേരളമാണെന്ന് പറഞ്ഞ് മൂക്കി കയറ്റുന്നൊന്നും വേണ്ട. ഇവിടെ 15-16% ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഈ 15-16% ജനങ്ങളെ അങ്ങോട്ട് അറബിക്കടലിലേക്ക് വലിച്ചെറിയും. ഇവിടെ പിന്നെ എന്ത് പറയാൻ? ഞങ്ങളെ മുഴുവൻ നിങ്ങൾ അങ്ങ് ഇല്ലാതാക്കി കളയും. അതുപോലെയുള്ള ഭീഷണിയെ നടക്കുന്നത്. ഞങ്ങൾ വീടുകളിൽ കയറാൻ പാടില്ല, പോസ്റ്റർ ഒട്ടിക്കുക, എന്നാൽ നിങ്ങൾ പുറത്തേക്ക് നിങ്ങളെ വ്യാപാര സ്ഥാപനങ്ങൾ ഒട്ടിക്കുക, ഞങ്ങൾ ആ വ്യാപാര സ്ഥാപനങ്ങൾ കയറാൻ പാടില്ല എന്ന്. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. 16%-15% വോട്ടുള്ള BJP കേരളത്തിൽ നിങ്ങൾ മിണ്ടിപ്പോരുന്നത് കേരളമാണെന്ന് ഭീഷണിപ്പെടുന്നോ? നിങ്ങൾ ഭീഷണിയൊക്കെ നിങ്ങൾ പോക്കറ്റിലിട്ടാ മതി. എന്താ ചിരിക്കുന്നത്? ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയും. റഹീമിന്റെ തിട്ടൂരത്തിന്റെ ആവശ്യമില്ല, ഒരു റഹീമിന്റെ ഭീഷണിയും വേണ്ട. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? റഹീം ഇവിടെ നിന്ന് വെല്ലുവിളിച്ചല്ലേ? വെല്ലുവിളിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളെല്ലാം വളരെ യാന്ത്രികമായിട്ടുള്ള സമാനതയോടുകൂടി പ്രതികരിക്കണമെന്നില്ല. വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാരണമായി കൊണ്ടോ അല്ലാതെയോ, ഒരുപക്ഷെ ജെനുവിനായിട്ടോ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പണം കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ എങ്ങനെയാ കേസെടുക്കാൻ കഴിയുക? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ.
ചിന്തിക്കുവാൻ മാത്രമല്ല അത് പറയുവാനും എനിക്ക് അവകാശമുണ്ട്. എത്ര പാടിയിട്ടും ഒരു പ്രയോജനമില്ല ചേട്ടാ. അപ്പം നമുക്കുള്ള അവകാശങ്ങളല്ലേ. പിന്നെ ഈ FIR കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനെ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? ആർക്കെങ്കിലും ഒക്കെ ഉത്കണ്ഠയുണ്ടെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരോഗ്യകരമായിട്ട് ഗണ്ണിക്കുവാൻ കഴിയണം. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. ഇപ്പൊ തന്നെ ഈ FIR-കൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വിനു സെക്ഷൻ 192 BNS സെക്ഷൻ, അതായത് കലാപമുണ്ടാക്കുവാൻ പ്രകോപനം സൃഷ്ടിക്കുക. അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചോ മറ്റേതെങ്കിലും ഒരു ദുരിതാശ്വാസ നിധിയെ കുറിച്ചോ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാകുന്നത്? ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ഈ സെക്ഷൻ 192 എന്ന് പറയുന്ന കലാപാഹ്വാനം ഉണ്ടാക്കി പ്രകോപനം സൃഷ്ടിച്ചു എന്ന് പറയുന്ന പ്രൊവിഷൻ ബാധകമാകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിടന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് നല്ലതല്ല. സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.